നമസ്കാരം, ഡേ മീഡിയസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായി എത്തുന്ന ദൃശ്യം 3 ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഓരോ ഫെസ്റ്റീവ് സീസണിലാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ ദൃശ്യം 3 ഇറങ്ങുന്ന ദിനം പെരുന്നാളായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല. അന്നാണ് പെരുന്നാളും ഉത്സവവും എല്ലാം നമുക്ക് കാണാൻ കഴിയുക. അതെ, ദൃശ്യം എന്ന ആ ഒരു ഫ്രാഞ്ചൈസി മലയാളികൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. മോഹൻലാൽ നായകനായി എത്തിയ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം 1 ശേഷം വന്ന സിനിമകൾ ഒന്നൊന്നര സംഭവമായി തന്നെയാണ് മലയാളികളുടെ ഹൃദയത്തിലേക്ക് കയറിയത്. ദൃശ്യം 1 മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്ന ചിത്രമാണ്. എല്ലാം കൊണ്ടും പൂർണ്ണത നേടിയ ചിത്രമെന്ന് തന്നെ പറയാം. ദൃശ്യം 2 നിരാശ നൽകിയിരുന്നു. മറ്റൊന്നുമല്ല, OTTയിലാണ് റിലീസ് ചെയ്തത്. അത് തിയേറ്ററിലൊന്ന് റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകർക്കും മലയാളികൾക്കും അതൊരു വലിയ ഒരു അവസരം തന്നെയായിരുന്നു. ഒരുപക്ഷേ മലയാളത്തിലെ ആദ്യ 200 കോടി ഈ ഒരു ചിത്രമായേനെ. ഇപ്പോൾ ദൃശ്യം 3 കടക്കുമ്പോൾ അത് ഏറെ നാളായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ദൃശ്യം 3 വരുന്നില്ല എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയൊരു സിനിമ വരുന്നു എന്നുള്ളത്. ദൃശ്യം 3 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദൃശ്യം മലയാളം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ദൃശ്യം ഹിന്ദി റിലീസ് ചെയ്യുമെന്നുള്ളതാണ്. രണ്ട് കഥയായിട്ടായിരിക്കാം ഒരുപക്ഷെ പോകാൻ പോകുന്നത്. എന്തായാലും മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ വരുമ്പോൾ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന ചിത്രമായി മാറുകയാണ്. സിനിമ ഓഗസ്റ്റിലാണ് ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നത്. റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഏറെക്കുറെ ജനുവരി മാർച്ച് മാസങ്ങളിലാണ്. ഡിസംബറോടെ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദൃശ്യത്തിൻ്റെ 3ാമത്തെ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് എന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. ഈ ഒരു സിനിമ മലയാള ബോക്സ് ഓഫീസിലെ ആദ്യ 400 കോടി ചിത്രമാകുമോ?